നമസ്കാരം. ഓം 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 കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം പാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം സർഗം 34. ശൂർപ്പണഖ വളരെയധികം പരുഷവാക്കുകൾ രാവണനോട് പറഞ്ഞിരിക്കുകയാണ്. രാമനെ തോൽപ്പിക്കാൻ മൂഢനായ രാവണനെ കൊണ്ട് സാധിക്കുകയില്ല എന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ഇങ്ങനെ ശൂർപ്പണഖയുടെ വളരെ ഇകഴ്ത്തിയുള്ള വാക്കുകൾ കേട്ടിട്ട് രാവണൻ ചിന്താമഗ്നനായി കുറച്ചു നേരം ഇരിക്കുന്നു. അതിനുശേഷം ശൂർപ്പണഖയോട് ചോദിക്കുകയാണ്, ആരാണ് രാമനെന്നും എന്താണ് അവൻ്റെ ശക്തിയെന്നും ശൂർപ്പണഖയ്ക്ക് അറിയാമോ എന്ന് ചോദിക്കുന്നു. അവൻ്റെ രൂപം എങ്ങനെയാണ്? കാണാൻ സുന്ദരനാണോ? പരാക്രമം എത്രത്തോളമുണ്ട്? യുദ്ധസാമർഥ്യം എത്രത്തോളമുണ്ട്? ഈ രാക്ഷസരെ എല്ലാം വധിക്കുവാൻ രാമൻ ഉപയോഗിച്ച ആയുധങ്ങൾ എന്തൊക്കെയാണ്? ഇതെല്ലാം നിനക്കറിയാമോ എന്ന് ശൂർപ്പണഖയോട് രാവണൻ ചോദിക്കുന്നു. ഇങ്ങനെ നിന്നെ വിരൂപയാക്കിയത് ആരാണ്? ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ രാക്ഷസേന്ദ്രനോട് വളരെ കോപത്തോടുകൂടി രാക്ഷസി, അതായത് ശൂർപ്പണഖ, രാമനെപ്പറ്റി എല്ലാ വിവരങ്ങളും പറയാൻ തുടങ്ങി. ശ്ലോകം 5, 6, 7, 8. തതോ രാമം യഥാ ന്യായം ആഖ്യാതും ഉപചക്രമേ ദീർഘബാഹുർവിശാലാക്ഷ ക്ഷീരകൃഷ്ണാജിനാംബരഃ കന്ദർപ്പസമരൂപച്ഛ രാമോ ദശരഥാത്മജഃ ചക്ര ചാപനിഭം ചാപം വികൃഷ്യ കനകാംഗദം ദീപ്താൻ ക്ഷിപതി നാരാജാൻ സർവാനിവ മഹാവിഷാൻ നാദദാനം ശരാൻ ഘോരാൻ വിമുഞ്ചന്തം മഹാബലം ന കാർമുകം വികർഷന്തം രാമം പശ്യാമി സംയുഗേ ഹന്യമാനം തു തത്സൈന്യം പശ്യാമി ശരവൃഷ്ടിഭിഃ. 5 തുടങ്ങി 8 വരെയുള്ള ശ്ലോകങ്ങളുടെ അർത്ഥം. ദീർഘബാഹുവും വിശാലാക്ഷനും മരവുരിയും മാന്തോലും ഉടുത്തവനുമാണ് രാമൻ. കാമസമരൂപനുമായ രാമൻ ദശരഥൻ്റെ പുത്രനാണ്. ഇന്ദ്രധനുസ്സിനൊത്തതും കനകവലയങ്ങൾ കൊണ്ട് ഭൂഷിതവുമായ വില്ലുകുലച്ച് ജ്വലിക്കുന്ന കൂരമ്പുകളെ എയ്തുവിടുന്നു. ആ അമ്പുകൾ മഹാവിഷമുള്ള സർപ്പങ്ങളെപ്പോലെ അവൻ ആ ഘോരശരങ്ങൾ എടുക്കുന്നതും തൊടുത്തുവിടുന്നതും വില്ലുകുലയ്ക്കുന്നതുമൊന്നും കാണാനാവുകയില്ല. ശരവർഷം കൊണ്ട് യുദ്ധത്തിൽ സൈന്യം വീണ്ടെടുക്കുന്നത് മാത്രമേ കാണാനാവൂ. ശ്ലോകം 9. ഇന്ദ്രാണേവോത്തമം സസ്യം ആഹതം തുഷ്മവൃഷ്ടിഭിഃ രക്ഷസാം ഭീമവീര്യാണാം സഹസ്രാണി ചതുർദശഃ. ആലിപ്പഴം വർഷിച്ച് ഇന്ദ്രൻ സസ്യങ്ങളെ എന്ന പോലെ ഘോരവീര്യത്തോടുകൂടിയ രാക്ഷസന്മാർ 14,000 വീണൊടുങ്ങി. 9 ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്. സർഗം 34. ലോകാ സമസ്ത സുഖിനോ